ഈ ബില്യണയർ മൈൻഡ്സ് എന്ന സംഭവം തന്നെ കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പാണ് അത്. ഫ്രെഡ് ഓൾസ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പം ഈ ഓൾസ് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഞങ്ങളെ ഷിപ്പിൽ ക്രൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഒരു വയസ്സായ ഒരാളാണ്. പുള്ളിക്ക് നടക്കാൻ തന്നെ വയ്യ. പുള്ളി നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു വടിയും പിടിച്ച് നടക്കുക. പുള്ളി കണ്ണൊക്കെ കാണുന്നതിന് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു. പുള്ളി എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സ്റ്റേഷന് തൊട്ടപ്പുറത്ത് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളി ഞങ്ങളെ ക്യാപ്റ്റൻ വെയിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു പുറത്തുള്ള പെയിൻറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം അവിടെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാണുന്നില്ല. പുള്ളി എൻ്റെ ക്യാപ്റ്റൻ വെയിറ്റർ നോക്കിയിട്ട് കാണുന്നില്ല. സംഭവം ഇത് കാണില്ല, ഒറ്റ നോട്ടത്തിൽ കാണില്ല. അവസാനം ഞങ്ങൾ കിടന്നിട്ട് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ പെയിൻറ്റ് ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുക, പുള്ളിയുടെ ആ ഒരു ഒബ്സർവേഷനെ അത്രയും പ്രായമായിട്ടും പുള്ളിയുടെ ആ ഒരു... അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ ഏതൊരാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് വെച്ചാൽ അയാളുടെ സാലറിയോ അയാളുടെ ഫാമിലിയിൽ എത്ര അസറ്റ് ഉണ്ടെന്നുള്ളതൊന്നുമല്ല, അത് അയാളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ആ ഒരു ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ അതിൽ പുള്ളിയുടെ മൈൻഡ് സെറ്റിൻ്റെ 100-ൽ 1 ആ 1-ൽ 100-ൽ ഒരു ക്വാളിറ്റി പോലും എനിക്കുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ബിസിനസ് പാർട്ട്ണറിനോ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തെടുത്തിട്ട് പറ. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഒരുമിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന്.